ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ്. നമ്മുടെ ഹവിൽദാർ അതുപോലെ തന്നെ നായബ് സുബൈദാർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഏകദേശം 25 നവംബർ 2024 അപേക്ഷ തുടങ്ങിയത്. അടുത്ത വർഷം ഫെബ്രുവരി 28 വരെയൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരിലേക്ക് ഷെയർ ചെയ്യുക. യോഗ്യതയുള്ളവർ കണ്ട് മനസ്സിലാക്കി അതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. പ്രത്യേകം നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ്. ഇതിൽ മെയിൽസിന് മാത്രം വേക്കൻസി റിപ്പോർട്ട് ചെയ്തതുപോലെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഫീമെയിൽസിനും അപേക്ഷിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പറയുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്നുണ്ട്, പക്ഷേ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് മെയിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. ഫീമെയിൽസിനും അപേക്ഷിക്കാൻ സാധിക്കും. ഡീറ്റെയിൽസ് മുന്നോട്ടേക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സഡനായിട്ടുള്ള അപ്ഡേറ്റുകൾ പെട്ടെന്ന് ലഭിക്കാനായിട്ട്, അതായത് പെട്ടെന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ വൈകാതെ തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ അപ്ഡേറ്റുകളും പിന്നെ പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും, അതായത് നമ്മുടെ ചാനൽ ഇപ്പോൾ ആർമി, അതുപോലെ നേവി, എയർഫോഴ്സ്, കൂടാതെ SSC, RRB തുടങ്ങിയ ഈ ഒരു ഫീൽഡിൽ കേരളത്തിൽ തന്നെ ജോബ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ചാനലാണ്. അതായത് ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നന്നായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാട്സാപ്പ് ചാനൽ കൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഓൾസോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അപ്ഡേറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ നമുക്കിപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ മടങ്ങി വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽസിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത്. സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതും ഡയറക്റ്റ് എൻട്രി ഹവിൽദാർ ആൻഡ് നായക് സുബൈദാർ സ്പോർട്സിലേക്കാണ്, സ്പോർട്സ് കോട്ട ബേസിലാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ 03/2024 സീരിയൽ നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പോർട്സ് കോട്ട എൻട്രി ആണ്. ഫോർ ഡയറക്റ്റ് എൻട്രി ഹവിൽദാർ ആൻഡ് നായക് സുബൈദാർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഫോർ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. അപേക്ഷിക്കാൻ യോഗ്യതയുള്ളവർ ഡീറ്റെയിൽ ആയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ വായിച്ച് നിങ്ങളുടെ അപേക്ഷ ഫില്ല് ചെയ്തിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടേക്ക് പറയാം. നിങ്ങൾ പെട്ടെന്ന് കയറി അപേക്ഷിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി അപേക്ഷിക്കുക. തെറ്റുവരുത്താതെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഇവിടെ അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസ് പറയുന്നത് കാണാൻ സാധിക്കും. അത് ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം കൂടി തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഓൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആസ് പെർ ദി അഡ്വർടൈസ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങളിപ്പോൾ ഫുട്ബോളാണ് നിങ്ങൾ കളിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ളതെങ്കിൽ ആ ഫുട്ബോളിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെയും കോപ്പി എടുത്ത് വെച്ച് അയക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ട മെത്തേഡ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അഡ്രസ്സ് ഞാൻ പറയാം മുന്നോട്ടേക്ക്. അപ്പം പറയാൻ പോകുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിന് മുമ്പ് നമുക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ആർമി എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷനാണ്. ആർക്കും പൈസ കൊടുത്ത് നിങ്ങൾക്ക് ആർമിയിൽ ജോലി വാങ്ങിത്തരുമെന്ന് പറഞ്ഞാൽ അതിൽ കൊടുക്കാൻ നിൽക്കരുത്, ചതിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്പോർട്സ് ഡിസിപ്ലിൻസിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ ആർമി ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫ്രം അൺമാരീഡ് ഇന്ത്യൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് ഫോർ റിക്രൂട്ട്മെൻറ്റ്. ഇവിടെ പറയുന്നത് സ്പോർട്സ് പേഴ്സൺസിന് വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഐറ്റത്തിലാണെന്ന് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ലെവലിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ളവർ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഖേലോ ഇന്ത്യ ഗെയിംസ് അല്ലെങ്കിൽ യൂത്ത് ഗെയിംസ് അല്ലെങ്കിൽ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിലൊക്കെ 1 ഒക്ടോബർ 2022 അല്ലെങ്കിൽ അതിന് ശേഷമോ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ദെൻ നിങ്ങൾക്കിവിടെ സ്പോർട്സ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അത്ലറ്റിക്സ് കാണാൻ സാധിക്കും. അതിൻ്റെ 100 മീറ്റർ ഉണ്ട്, 200 മീറ്റർ ഉണ്ട്, 110 മീറ്റർ, അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. 61st നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2022 ഹെൽഡ്
അറ്റ് ബാംഗ്ലൂരു ഫ്രം 15 മുതൽ 19 വരെ ഒക്ടോബർ 2022 ഇതിന് നിങ്ങൾ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുപോലെ ഓരോന്നും ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റത്തിൽ നിങ്ങൾ പങ്കെടുത്ത് വിജയിക്കണം. ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒന്നിൽ തന്നെ നിങ്ങൾ പങ്കെടുത്ത് വിജയിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെന്നെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ടെങ്കിലും ഫീമെയിൽസിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഫീമെയിൽസിനും അപേക്ഷിക്കാം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ നോക്കണ്ട, അത് മുന്നോട്ടേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത ഡിസ്പ്ലേയും കാണാൻ സാധിക്കും ആർച്ചറി വർട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ ഫീൽഡിലാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഐറ്റമാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പങ്കെടുത്ത് വിജയിച്ചിരിക്കണം. പിന്നെ ബാസ്കറ്റ് ബോൾ ഇവിടെ മെന്നെന്ന് കൊടുത്തിട്ടുണ്ട്. എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വുമണിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പങ്കെടുത്ത് വിജയിക്കണം. ഇവിടെ കാണാൻ സാധിക്കും 22nd സീനിയർ നാഷണൽ ഹെൽഡ് അറ്റ് ഉദയപൂർ രാജസ്ഥാൻ ഫ്രം 27 നവംബർ ടു 4 ഡിസംബർ 2022 വരെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഇവിടെ കുറേ അധികം പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പറയുന്നുണ്ട് 2023 മുതൽ 24 വരെ നടന്നിട്ടുള്ള, തമിഴ്നാട് വെച്ച് നടന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കറണ്ട് അഫയേഴ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ബോക്സിംഗ് വന്നിട്ടുണ്ട്. ഇനി അധികം ഈ കാര്യങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ബോക്സിംഗ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൈവിംഗ് വന്നിട്ടുണ്ട്, പിന്നെ ഫുട്ബോൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെൻസിങ് വന്നിട്ടുണ്ട്, ദെൻ ഓൾസോ ഹോക്കി വന്നിട്ടുണ്ട്, അതിനുശേഷം ഹാൻഡ് ബോൾ വന്നിട്ടുണ്ട്, ദെൻ ഓൾസോ ജൂഡോ വന്നത് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ കയാക്കിംഗ് ആൻഡ് കനോനിങ് വന്നത് കാണാൻ സാധിക്കും. പിന്നെ കബഡി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിങ് നീന്തലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സൈലിംഗ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഷൂട്ടിംഗ് വന്നിട്ടുണ്ട്. ദെൻ ഓൾസോ ട്രിയാത്ലോൺ വന്നത് കാണാൻ സാധിക്കും. വോളിബോൾ വന്നിട്ടുണ്ട്, വൂഷു വന്നിട്ടുണ്ട്, വെയ്റ്റ് ലിഫ്റ്റിംഗ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റെസ്ലിംഗ് വന്നിട്ടുണ്ട്, പിന്നെ വിൻ്റർ ഗെയിംസ് വന്നിട്ടുണ്ട്, പിന്നെ റോയിങ് വന്നിട്ടുണ്ട്. അത്രയധികം ഗെയിംസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ ഗെയിംസ് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഇപ്പോൾ ഐറ്റംസും കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. ഇവിടെ ഫോർ എക്സാമ്പിൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിൽ 49 കിലോഗ്രാം, 96 കിലോഗ്രാം, 102 കിലോഗ്രാം ഒക്കെ വിഭാഗത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളവർക്ക്, അതും ഇവിടെ പറയുന്ന ഈ ഐറ്റത്തിൽ തന്നെ, അതായത് ഇവിടെ പറയുന്ന ഈ ഒരു സ്പോർട്സ് വിഭാഗത്തിൽ തന്നെ, മീൻസ് ഇവിടെ നിന്നായിരിക്കണം നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപേക്ഷ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പിന്നിലേക്കാണ് ന്യൂഡൽഹി 110-011 എന്നുള്ള ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷ അയക്കേണ്ടത്. ഡയറക്റ്റ് എൻട്രി ഹവിൽദാർ ആൻഡ് നായക് സുബൈദാർ സ്പോർട്സ് സെൻറ്ററിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 28 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2024 നവംബർ 25 അപേക്ഷ തുടങ്ങിയത്. നല്ല സമയമുണ്ട് അപേക്ഷിക്കാനായിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 28 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വരാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കുന്നതായിരിക്കും. അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്രയും സമയമുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഡയറക്റ്റ് എൻട്രി ഹവിൽദാറിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏജ് പറഞ്ഞുള്ളത് 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൃത്യമായിട്ടുള്ള ഏജിലേക്ക് കിടക്കാം. 31 മാർച്ച് 2000-നും 1 ഏപ്രിൽ 2007-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രം മതി. അതിൻ്റെ കൂടെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള സ്പോർട്സ് ക്വാളിഫിക്കേഷൻ ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് കാണാൻ സാധിക്കും നായക് സുബൈദാർ പോസ്റ്റാണ്. അപ്പോൾ അതിനും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കൃത്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേ ഏജ് ലിമിറ്റും കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് വേണം. 10ാം ക്ലാസ് തന്നെയാണ് വിദ്യാഭ്യാസ യോഗ്യതയും പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. പിന്നെ വുമൺ ഡയറക്റ്റ് എൻട്രി ഹവിൽദാർ ആൻഡ് നായബ് സുബൈദാറിലേക്ക് വുമൺ ഹൂ ഹാവ് മീറ്റ് ദി എബോ മെൻഷൻ QR, അതായത് ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ് സിമിലർ ടു മെയിൽ കാൻഡിഡേറ്റ് മേ അപ്ലൈ, അതായത് വനിതകൾക്കും ഈ പറഞ്ഞ യോഗ്യതകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വനിതകളാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഓൺലി അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള പേ ആൻഡ് അലവൻസസ്, പെൻഷൻ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെൻഷനും കാര്യങ്ങളും ബാക്കിയുള്ള അലവൻസസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട മെത്തേഡിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമ്മുടെ കേരളത്തിലുള്ള ആൺകുട്ടികൾക്ക് വേണ്ട ഹൈറ്റിലേക്ക് ആദ്യം നമുക്ക് കിടക്കാം. അപ്പോൾ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്ന ആൺകുട്ടികൾക്കുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് പ്രപ്പോർഷനേറ്റ് ഹൈറ്റ് ആൻഡ് ഏജ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പ്രായത്തിനും പിന്നെ ഹൈറ്റിനും ആനുപാതികമായിട്ട്
വെയിറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ കാര്യം പറയുന്നത് എക്സ്പാൻഡ് ചെയ്യണം, എത്ര ചെസ്റ്റ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അത് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മെയിൽ കാൻഡിഡേറ്റ്സിന് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ 1600 മീറ്റർ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ 1600 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 45 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം. പിന്നെ 9 ഫീറ്റിൻ്റെ ഡിച്ചും അതുപോലെ തന്നെ 6 ആക്ക് ബാലൻസിങ്ങും ഉണ്ട്. അത് രണ്ടും ക്വാളിഫൈ ആണ്, അതിന് ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഇതിന് ടൈം ഉണ്ട്, ഈ ടൈമിൽ തന്നെ നിങ്ങൾ പാസ്സാവണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക, ആ ടൈമിൽ തന്നെ നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഇനി ഫീമെയിൽസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 162 സെൻറ്റിമീറ്റർ ഉയരം വേണം. വെയിറ്റ് എന്ന് പറയുമ്പോൾ പ്രപ്പോർഷനേറ്റ് ടു ഹൈറ്റ് അതുപോലെ തന്നെ ഏജിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹൈറ്റിലും അതുപോലെ തന്നെ പ്രായത്തിൻ്റെ കാര്യത്തിലും വെയിറ്റ് ഉണ്ടായിരിക്കണം. പ്രായം എത്രയാണോ അതുപോലെ തന്നെ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ ആനുപാതികമായിട്ട് വെയിറ്റ് ഉണ്ടാവണമെന്നാണ് ഉദ്ദേശിച്ചത്. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഫീമെയിൽസിന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്, കാൻഡിഡേറ്റ് ബിലോങ് ടു ഫോളോയിങ് റീജിയനിലുള്ളവർക്കാണ്. അത് നമ്മളവിടെ വരുന്നില്ല, എനിവേ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മൾ വരുന്നത് മാത്രം നമുക്ക് നോക്കാം, അതായത് കേരളത്തിലുള്ള റീജിയനിലുള്ളവർ വരുന്നത് നോക്കാം. 1600 കിലോമീറ്റർ ഓട്ടം, അതായത് 1.6 കിലോമീറ്റർ ഓട്ടം പറയുന്നുണ്ട്. അത് ഏകദേശം നീഡ് ടു ക്വാളിഫൈ ഇൻ 8 മിനിറ്റിൽ, ഫീമെയിൽസ് 8 മിനിറ്റിൽ ക്വാളിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ 10 ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പും അതുപോലെ തന്നെ 3 ഫീറ്റിൻ്റെ ഹൈ ജമ്പും വരുന്നുണ്ട് ഫീമെയിൽസിന്. അത് രണ്ടും ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി, അതിന് ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക. 1600 മീറ്റർ ഓട്ടത്തിന്, അതായത് 1.6 കിലോമീറ്റർ ഓട്ടത്തിന് 8 മിനിറ്റാണ് സമയം നൽകുന്നത്. ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളത് ക്വാളിഫൈ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്, 20 കോപ്പി ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിവിടെ പറയുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. വീഡിയോൻ്റെ ലെങ്ത് ഇപ്പം തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോട്ടോഗ്രാഫ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതൊക്കെ നിങ്ങൾ അയക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എടുത്ത് അയക്കുക. പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റിലീജിയസ് സർട്ടിഫിക്കറ്റ്, സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഇതിലുള്ളത് മാത്രം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ കൊടുക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അൺമാരീഡ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നിങ്ങൾ അയക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ NOC ഇത് നിങ്ങൾ വെക്കേണ്ട. ഈ NOC എല്ലാവരും വെക്കേണ്ട ആവശ്യമില്ല, കാരണം NOC എന്ന് പറയുമ്പോൾ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്, അത് ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ വെക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. വേക്കൻസി കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ഫോം ആർമീൻ്റെ വെബ്സൈറ്റിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഫോം ഇതിൽ തന്നെ ഉണ്ട്, ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള വിവരത്തിലേക്ക് നമുക്ക് കിടക്കാം. 17ാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ താഴെ തന്നെ ഫോം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആദ്യം ഫോട്ടോ ഒട്ടിക്കുക, എന്നിട്ട് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ അത് നിങ്ങൾ ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഗെയിം ഏതാണോ, ഫുട്ബോൾ ആണെങ്കിൽ ഇവിടെ ഫുട്ബോൾ എന്നുള്ളത് എഴുതി ചേർത്ത് അതിനുശേഷം നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ കൈൻ്റെ ഇത് കറക്റ്റായിട്ട് ഇവിടെ പതിപ്പിക്കുക, കൈ തമ്പ് ഇംപ്രഷൻ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഒപ്പ് ഇവിടെ ഇടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് മൊത്തം ഇങ്ങനെ പൂരിപ്പിച്ചിട്ട് നേരത്തെ ഒരു അഡ്രസ്സ് പറഞ്ഞില്ലേ, ആ ഒരു അഡ്രസ്സിലേക്ക് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും ഈ പൂരിപ്പിച്ചിട്ടുള്ള ഈ രേഖയും എല്ലാം നിങ്ങൾ അയക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇത് സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും അവർ തിരിച്ച് സെലക്ഷന് വേണ്ടി വിളിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 13ാമത്തെ പേജിലായിട്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന ഓഫ്ലൈനായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഹയർ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് ഉള്ളവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവർക്ക് കോളപ്പ് ലെറ്റർ അയക്കും. ആ കോളപ്പ് ലെറ്ററിൽ സെലക്ഷൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇതിന് പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേക്കൻസിയോ കാര്യങ്ങളൊന്നും തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതല്ല. ഇത്രയധികം ഇൻഫർമേഷനാണ് ഈ ഒരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട.